ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് കണ്ട് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ചൂടായ കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ സവാളയെല്ലാം അത്യാവശ്യം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 150 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. കൂടെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. കൂടെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കും. ഒരുപാട് ലൂസായി പോവേണ്ട, ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ കലക്കിയെടുക്കാൻ. ഇനി ഇതുപോലെ സമൂസ ഷീറ്റ് എടുത്തിട്ട് ഒരറ്റത്ത് നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ സൈഡിലെല്ലാം നമ്മൾ നേരത്തെ കലക്കിയെടുത്ത മൈദ പേസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കും. ഇനി നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറേശ്ശെ ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കും. ഇനി ഇതിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ മൈദ പേസ്റ്റ് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ തന്നെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതിപ്പം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ചിക്കൻ സമൂസ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.